പി എ പ്രജി ഇവിടെ പണ്ട് എസ് എഫ് ഐയുടെ സാധാരണ കമ്മിറ്റിയിൽ പോലും പി എ പ്രജി സാധാരണ പണ്ട് എസ് എഫ് ഐയുടെ സാധാരണ കമ്മിറ്റിയിൽ പോലും ഭയക്കാതെ വിമർശിക്കാൻ ഏത് ചെറിയ സഖാവിനും എന്താണ് ശാരീരികമായി ദുർബലനായ എല്ലൻ എൻ്റെ കമ്മിറ്റി എല്ലൻ എന്ന് വിളിക്കുന്ന സഖാവ് ഉണ്ടായിരുന്നു. ഇങ്ങനെ മെലിഞ്ഞിരിക്കുകയായിരുന്നു. അവനൊക്കെ പറയുന്ന വിമർശനം കേട്ടാൽ സഹിക്കാൻ പറ്റാത്ത വിമർശനം വിമർശിക്കും. ആരെയും പേടിക്കാതെ പറയാൻ കഴിവുള്ള അല്ലെങ്കിൽ ആ ശീലമുള്ള ഒരു പാർട്ടി അല്ലെങ്കിൽ താഴെത്തട്ട് മുതൽ അങ്ങനെയുള്ളൊരു പാർട്ടി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ് പറയുകയാണ് എന്താണ് ഭയരഹിതമായി സഖാക്കൾ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എന്തോ ഭയം ഉണ്ടായിരുന്നു എന്നാണോ അഡ്വക്കേറ്റ് പി എ പ്രജി അടക്കം ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്? ആ ഭയമുക്തിയിലാണോ പി എ പ്രജി? തീർച്ചയായും ഹാഷ്മി, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ തിരഞ്ഞെടുപ്പിനെ ഒന്നാകെ പിടിച്ച് കുലുക്കിയ ശബരിമല വിഷയം ആരായിരുന്നു? ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. CPM-നെ സ്നേഹിച്ച ആളായിരുന്നു. CPM-ന്റെ പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തി വന്ന ആളായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തി വന്ന ആളായിരുന്നു. PS പ്രശാന്ത് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനെ എങ്ങനെയോ വലിച്ചിറക്കി ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാക്കി ഇത്രയും വലിയ ഒരു വിമർശനത്തിനെ നേരിടുന്ന നിലയിലേക്ക് ഈ പാർട്ടി പോയില്ലേ? എന്തിനാണ് അങ്ങനെ പോയത്? അപ്പോ വിമർശിക്കുന്നവനെ ഒന്നാകെ സംരക്ഷിക്കാൻ ഈ പാർട്ടിയിൽ ആളില്ലാത്ത ഒരവസ്ഥ ഉണ്ടായി. ചോദ്യം ചോദിക്കുന്ന ആളുകളെ നടപടിയെടുത്ത് പുറത്താക്കുകയും ആർക്കെതിരെയാണോ വിരൽ ചൂണ്ടിയത് അവർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയി. അതാണ് സഖാവ് G സുധാകരൻ പറഞ്ഞത്, ഞാനും ഭാര്യയും തട്ടാനും മാത്രം മതിയെന്ന് ഉള്ള അവസ്ഥയിലേക്ക് പാർട്ടി പോയതിന്റെ പരിണിത ഫലമാണിത്. യഥാർത്ഥത്തിൽ പാർട്ടി അണികളിൽ നിന്നല്ല റിവ്യൂ തുടങ്ങേണ്ടത്, പാർട്ടി നേതാക്കന്മാരിൽ നിന്ന് തുടങ്ങണം. കക്ഷത്ത് നാരങ്ങയും വെച്ച് ചിരിക്കാൻ മറന്നുപോയ സഖാക്കൾ, ആ സഖാക്കൾ കേരളത്തിൽ എവിടെ നിന്ന് എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തും? ഒരു പ്രദേശത്ത് പണ്ട് ഞാനൊക്കെ പാർട്ടി പ്രവർത്തനം SFI പ്രവർത്തനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ അന്നത്തെ നേതാക്കന്മാർ വന്ന് പറയും, സഖാവെ കോളേജിൽ നമ്മൾ കണ്ണ് വെച്ച് പിടിക്കണം, ഏറ്റവും നല്ല വിദ്യാർത്ഥി ആരാണെന്നുണ്ടെങ്കിൽ ആ വിദ്യാർത്ഥിയെ കണ്ണ് വെച്ച് പിടിച്ച് നമ്മൾ SFI ആക്കണം. ഇന്ന് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളെ കണ്ണ് വെച്ച് പിടിച്ച് നടപടിയെടുക്കുന്ന നിലയിലേക്ക് ഈ പാർട്ടി പോയില്ലേ? അല്ലെങ്കിൽ കണ്ണ് വെച്ച് പിടിച്ച് അവരെ ഒറ്റപ്പെടുത്തുകയും ഒതുക്കുകയും അവഗണിക്കുകയും ആക്ഷേപിക്കുകയും പിന്നീട് ഈ പാർട്ടിയിൽ ഒന്നുമല്ലാതാക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് പോയില്ലേ? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഹാഷ്മി, 26-ലധികം ചെറുപ്പക്കാരാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കേ, കൊല്ലം ജില്ലയിലെ ഇപ്പോഴത്തെയും SFI നേതാവ് 62 വയസ്സുകാരനായ KN ബാലഗോപാലാണ്. പാലക്കാട് പരിശോധിക്കുമ്പോൾ 55 വയസ്സുള്ള SFI-കാരൻ ഇപ്പോഴും MB രാജേഷാണ്. എറണാകുളം പരിശോധിക്കുമ്പോൾ 58 59 വയസ്സുള്ള P രാജീവാണ് ഇപ്പോഴും എറണാകുളം ജില്ലയിലെ SFI-കാരൻ. അങ്ങനെ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ ഈ പാർട്ടി പരാജയപ്പെട്ടിട്ടില്ലേ? ഈ പാർട്ടി അത്തരത്തിലുള്ള വിഷയങ്ങളെ ഒന്നാകെ മാറ്റിവെച്ചുകൊണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒന്നാകെ തമസ്കരിച്ചുകൊണ്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എന്താണോ പറഞ്ഞത് അതിൽ നിന്ന് ഒരു ചുവട് പോലും മുന്നോട്ട് മാറാൻ കഴിയാതെ അതേ വാക്കുകൾ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ തെറ്റുതിരുത്തും, ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി വരും എന്ന് പറയുകയാണ്. അങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ കേരളത്തിന്റെ തെക്കേ ജില്ലയിൽ നിന്നൊരു വണ്ടി പുറപ്പെട്ടിട്ടുണ്ട്, BJP-യുടെ വണ്ടി. ആ വണ്ടി അടുത്ത ജില്ലയിലോട്ട് കയറിയിട്ടുണ്ട്, ഇപ്പോൾ കൊല്ലം ജില്ലയിലേക്ക്. അത് സഖാക്കൾ കാണാതിരിക്കരുത്. സഖാക്കൾ കാണാതിരുന്നാൽ ഇനിയും 35-ൽ നിന്നും വളരെ ഗതികെട്ട അവസ്ഥയിലേക്ക് ഈ പാർട്ടി പോകും. ഈ പാർട്ടിയെ സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാൻ പാർട്ടി പഠിക്കണം. വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ ഓരോ ബോർഡിന്റെ ചെയർമാൻമാരാക്കുന്നത് നമുക്ക് സഹിക്കാം. പക്ഷെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും വേണ്ടി വന്നാൽ സംസ്ഥാന കമ്മിറ്റിയിലും എടുത്ത് അവർക്കൊന്നാകെ ജയ് വിളിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ പാർട്ടിയിലെ സാധാരണ സഖാക്കളെ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് കേരളത്തിലെ സാധാരണ സഖാക്കളും ജനങ്ങളും കൊടുത്ത മറുപടിയാണിത്. ആ മറുപടിയുടെ പരിണിത ഫലമാണ് ഹാഷ്മി എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി. അതുകൊണ്ടാണ് അങ്ങനെ കൃത്യമായ മറുപടി പറയാൻ കഴിയാതെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകേണ്ടി വരുന്ന ഗതികേടിലേക്ക് ഈ പാർട്ടി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.